എനിക്കിപ്പോൾ ഇവരുടെ മുഖവും ഇവരുടെ ദുഃഖവും ഇവരുടെ കഷ്ടപ്പാടും കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതെല്ലാം എൻ്റെ ഒരു കുടുംബമാണ്. അപ്പോൾ എനിക്ക് അവരോട് ബാധ്യതയുണ്ട്, അവരോട് കടപ്പാടുണ്ട്. ആവശ്യമില്ലാത്തടത്ത് റോഡ് വേണ്ടല്ലോ, ആവശ്യമുള്ളിടത്തല്ലേ റോഡ് വേണ്ടും. ആളുകൾക്ക് വേണ്ടാത്തൊരു റോഡ് സർക്കാരിന് എന്തിനാ, ഡിപ്പാർട്ട്മെൻറ്റിന് എന്തിനാ, ജനങ്ങൾക്ക് വേണ്ടാത്തൊരു റോഡ്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാടിൻ്റെ ആളുകളുടെ മനസ്സിനെ നോവിക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളെയും കൂടി അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഒരു തീരുമാനമെടുത്ത് നമുക്ക് പിരിയാം. എന്ത് തീരുമാനമെടുത്താലും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് മാത്രം നമുക്ക് വാർത്തകൾ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പ്രോജക്റ്റ് ആരംഭിച്ചു. 2 വർഷം മുതലാണ് ഇത് കുറ്റിയിടാൻ തുടങ്ങിയത്. അപ്പോൾ കുറ്റിയിടുന്ന സമയത്ത് പോലും ആർക്കും ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം കാലത്ത് വന്ന് കുറ്റിയിടുക ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് തന്നെ ജനങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ഇങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുകയെല്ലാം ഉണ്ടായി. പക്ഷെ അതൊന്നും നോക്കാതെ ഈ വക കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ കുറ്റിയിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പ്രക്ഷോഭത്തിലാണ്. അതിനുശേഷം ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയത് രാജഗിരി കോളേജിലെ SIA യൂണിറ്റാണ്. സാമൂഹ്യ ആഘാത പഠനം നടത്തിയത് അവരാണ്. ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. അതിൽ അവസാനമായിട്ടുള്ള അവരുടെ അന്തിമ ശുപാർശ, അതിലവർ 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, പദ്ധതി നടത്തിപ്പിന് മുൻപ് ആക്ഷൻ കൗൺസിലുമായി ചർച്ച നടത്തണമെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ടിലുള്ളതാണ്. SIA സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഞാൻ വായിക്കുന്നത്. 2, ജനങ്ങളുടെ എതിർപ്പ് മൂലം വെറും 169 വീടുകൾ മാത്രമാണ് സന്ദർശിക്കാൻ കഴിഞ്ഞത്. മുഴുവൻ വീടുകളും സന്ദർശിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വെറും ഭാഗികമായിട്ടാണ് ആ സർവേ നടന്നത്. പിന്നെ അടുത്ത പോയിന്റ്, 27 മീറ്റർ ഉയരമുള്ള കുറുവക്കുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് പരിസ്ഥിതിക്ക് ഭംഗം വരുത്താൻ സാധ്യതയുണ്ട്. ഇത് റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. വെള്ളപ്പൊക്കം, കടലാക്രമണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന യോഗീശ്വര ഗുഹാക്ഷേത്രം, ബീച്ചുകൾ എന്നിവയ്ക്ക് ആപത്ത് വരാൻ സാധ്യതയുണ്ട്. പ്രദേശവാസികളുമായി കൂടിയാലോചിച്ചും അവരുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്തും പദ്ധതി നടപ്പാക്കുന്നത് ഉചിതമായിരിക്കും. ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഭംഗം വരുത്താതെ സാങ്കേതികമായി സാധ്യമായ മാറ്റങ്ങൾ അലൈൻമെൻറ്റിൽ വരുത്തുന്നത് ഗുണകരമാകും എന്ന് മനസ്സിലാകുന്നു. ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ എഴുതിയിട്ട് പോലും ഇക്കാര്യം KRFE വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ചർച്ചയോ പഠനമോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഹിയറിങ്ങിൻ്റെ സമയത്ത് ജനങ്ങൾ ഹിയറിങ്ങിനെ എതിർത്തു. ഹിയറിങ് ഭാഗികമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നു. പോലീസ് അതിനും ഇടപെട്ടു. എങ്കിൽ പോലും ഭാഗികമായിട്ട് മാത്രമാണ് ആ ഹിയറിങ് നടന്നത്. ആ ഹിയറിങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞു, ഇത് ഹിയറിങ് മുഴുവനായിട്ടില്ല. അതുകൊണ്ട് സ്ഥലത്തെ MP, MLA, ജനപ്രതിനിധികൾ, ആക്ഷൻ കമ്മിറ്റി എന്നിവരുമായി എല്ലാം വിളിച്ച് ചർച്ച ചെയ്തിട്ട് വേണം ഇനി മുന്നോട്ട് പോകാനെന്ന് അന്ന് മേയർ പറഞ്ഞിരുന്നു. അത് അന്നത്തെ പ്രമുഖമായ പത്രങ്ങളിലെല്ലാം വാർത്തയായിട്ട് വന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഒരു കാലത്തും ഉണ്ടായില്ല. അതിനുശേഷം ഈ റിപ്പോർട്ട്, ഈ ഭാഗികമായി ഉണ്ടാക്കിയ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ തന്നെ സാങ്കേതികമായ ചില കാരണങ്ങൾ പറഞ്ഞിട്ട് KRFE ആ റിപ്പോർട്ട് അംഗീകരിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം ഈ അംഗീകാരത്തിനെതിരായിട്ട് ഞങ്ങൾ 6 പ്രാവശ്യം ബഹുമാനപ്പെട്ട കളക്ടറെ പോയിട്ട് കണ്ടു. 6ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ പോകാത്ത ഓഫീസുകളില്ല, കാണാത്ത ആളുകളില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അലൈൻമെന്റ് 6.8 കിലോമീറ്റർ 6.8 കിലോമീറ്ററുള്ള എടക്കാട് മുതൽ കുറവ് വരെയുള്ള ഈ അലൈൻമെന്റ് ഫീസിബിൾ അല്ല. ഇത് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ലോക പ്രശസ്തമായിട്ടുള്ള ബീച്ചുകളാണ് തോട്ടട, കിരുങ്ങ, ഏഴര എന്നീ ബീച്ചുകൾ. ഈ ബീച്ചുകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ അലൈൻമെൻറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടൂറിസത്തിനെ ഒരു തരത്തിലും സഹായിക്കാൻ പോകുന്നില്ല. അതുപോലെ അവിടുത്തെ ഭൂപ്രകൃതി കുന്നും കുഴിയും പാറക്കെട്ടുകളും നിറഞ്ഞ സ്ഥലമാണ്. JTS റോഡ്, പോളിടെക്നിക്കിൻ്റെ ഭാഗം ഉയർന്ന സ്ഥലവും കടൽക്കര വളരെ താഴെയുമാണ്. 40 മീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ റോഡ് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബണ്ട് പോലെ പാലം പോലെ വരുന്ന ഈ റോഡും ഈ കരയ്ക്കുമിടയിൽ വെള്ളക്കെട്ടുണ്ടാവും. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. ടൂറിസം വ്യവസായം ഒട്ടും ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ 7ഓളം പാലങ്ങൾ നിർമ്മിക്കേണ്ടി വരും. 7ഓളം പാലങ്ങൾ, ഈ 6 കിലോമീറ്ററിൽ 7ഓളം പാലങ്ങൾ നിർമ്മിക്കേണ്ടി വരും. അങ്ങനെ
ഉള്ള ഈ പദ്ധതി ജനവിരുദ്ധമാണ്. ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല, ടൂറിസത്തിന് പ്രയോജനവും ഉണ്ടാവില്ല. ഈ കാരണങ്ങളൊക്കെ ഒക്കെ കൺസിഡർ ചെയ്ത്, അത് തന്നെയുമല്ല കണക്റ്റിംഗ് റോഡുകൾ ഒന്നും തന്നെ ഈ റോഡുകളുമായിട്ട് കണക്ട് ചെയ്യില്ല. ഹൈവേയുടെ നിയമം അനുസരിച്ച് ഉണ്ടാക്കുന്ന റോഡായതുകൊണ്ട് 3 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളുകൾക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ജനജീവിതം മുഴുവൻ തകരാറിലാക്കുന്ന ഈ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ 6.8 അലൈൻമെൻറ്റ്, എടക്കാട് കുറുവ അലൈൻമെൻറ്റ് ഒരു കാരണവശാലും സാധ്യമല്ല. അപ്പോൾ അതിന് സർക്കാർ തന്നെ നടത്തിയ SIA സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് സ്റ്റഡി റിപ്പോർട്ടിൽ പോലും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് KRFBയുടെ കണ്ണൂർ ഓഫീസ് ഇക്കാര്യങ്ങൾ അവരുടെ ഉയർന്ന ഓഫീസുകളിൽ ബോധ്യപ്പെടുത്തി ഒരു ബദൽ അലൈൻമെന്റ് അവർ തന്നെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. ഇതല്ല, ഞങ്ങൾ ഒരു ബദൽ അലൈൻമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ ബദൽ അലൈൻമെന്റ് പരിഗണിക്കാവുന്നതാണ്. ഞങ്ങളത് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഈ 6.8 കിലോമീറ്റർ നിലവിലുള്ള അലൈൻമെന്റ് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. ആക്ച്വലി ഈ നാഷണൽ ഹൈവേന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓരോ വീടുകളും ഓരോ ടൂറിസം യൂണിറ്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. കാരണം ഈ ബീച്ചുകളിൽ അത്ര പാട് വരുന്നുണ്ട്. കാരണം താമസ സൗകര്യം ഇല്ലാതുകൊണ്ടാണ് ആൾ കുറയുന്നത്. അപ്പോൾ ഓരോ കൂടി കഷ്ടപ്പെട്ട് ഗൾഫിൽ അവിടെ ഇവിടെ പോയി വീടുണ്ടാക്കി ഇപ്പോൾ 2, 3, 4 റൂം വെറുതെ മക്കളെ കല്യാണം കഴിച്ചാൽ വെറുതെ ഇട്ടിരിക്കുക വീടുകളുടെ റൂമുകൾ. അതൊക്കെ വരുന്ന ആൾക്കാർക്ക് അതിഥി ദേവോഭവ എന്നുള്ള ഇതിൽ വരുന്ന അതിഥികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മാന്യമായൊരു വരുമാനം, അതുമാത്രം പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ ജോലി അച്ഛനമ്മനെ നോക്കിയിരിക്കാം. അങ്ങനെ ഒരു സാധ്യത നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് കാണുന്നത് വെച്ചാൽ ഈ ഏരിയ മുഴുവൻ പറഞ്ഞാൽ നമ്മൾ പറക്കല പോലെയോ അല്ലെങ്കിൽ അതുപോലെ വലിയ ഏരിയയായിട്ട് മാറ്റാൻ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി നമ്മൾ കനിഞ്ഞ് നൽകിയ സംഗതി ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും നിങ്ങൾ ഈ റോഡ് ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എത്ര കോടി മുറിച്ചാൽ അത് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ KRFBയുടെ ടെക്നോക്രാറ്റ്സ് അവരെ കഴിവിന് അവർ ആകാശത്തൂടെ റോഡിലാക്കാൻ കഴിയും, കടലിൽ കൂടി ഉണ്ടാക്കാൻ പറ്റും, ഭൂമി തുറന്നുണ്ടാക്കാൻ പറ്റുമല്ലോ, അവരെ കഴിവിനെ പറ്റി എനിക്ക് സംശയമില്ല. പക്ഷേ മാനുഷികമായ ഒരു വശം, കാരണം വരും തലമുറക്കുള്ള ഒരു വരുമാന മാർഗം നിങ്ങൾ കൊട്ടിയടക്കുകയുന്നു. ബാക്കി സാമൂഹികപരമായിട്ട് അവരുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, ജൈവ വൈവിധ്യങ്ങളും മറ്റു കാര്യങ്ങളും എൻ്റെ അവിടെ തന്നെ ഒരു 20 കിലോയുള്ള ഒരു പെരുമാ നമ്മളെ പറമ്പിലുണ്ടായിരുന്നു. കാരണം അങ്ങനെ ജീവികളും ജീവജാലങ്ങളും ദേശാടന പക്ഷികളും എല്ലാം ഉള്ള സ്ഥലമായിരുന്നു. കടലാമകളും മുട്ടയിടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ മത്സ്യബന്ധനം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വണ്ടികൾ അനുസരിതം പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ മീനുകളൊന്നും കിട്ടണമെന്നില്ല ഇനിയുള്ള കാലങ്ങളിൽ, കല്ലുമുട്ട ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്തായാലും മനുഷ്യന് ഗുണമായിരിക്കണം. എന്തായാലും കുറച്ച് ആൾക്കാർക്ക് എങ്ങനെയായാലും ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നടത്തുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് നഷ്ടം വരും, അത് ഉറപ്പാണ്. കാരണം സ്ഥലം പോയിട്ടു, വീട് പോയിട്ടല്ലോ. ഞാൻ അതല്ല കാണുന്നത്. നമ്മൾ കുറച്ച് കൊല്ലം അപ്പുറത്തേക്ക് കാണണം. MP എന്നുള്ളത് സുധാകരൻ സാറിനൊക്കെ ശരിക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ബാക്കി വെക്കുന്നുള്ളതാണ് നമ്മുടെ കാര്യം. നമ്മൾ എല്ലാം കൊട്ടിയടക്കലല്ല. അത് നമ്മൾ വെച്ചാൽ ഈ ഒരു സാധ്യത, ഈ ടൂറിസം സാധ്യത എന്ന് വെച്ചാൽ ഈ ഏരിയ പ്രത്യേകിച്ച് നല്ല സാധ്യതയാണ്. ആൾക്കാർ യഥാർത്ഥത്തിൽ ഓരോ വീടുകളും ഓരോ ടൂറിസ്റ്റ് യൂണിറ്റ്, ഓരോ വീടിനും വരുമാന മാർഗം, അതുപോലെ വ്യത്യസ്തമായ കൾച്ചർ കാര്യമായിട്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഈ ഇന്ററാക്ട് ചെയ്യാനും, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ എത്രയോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ടൂറിലുള്ള കുട്ടികൾക്ക് അവർ മുഖാന്തരം തന്നെ എത്രയോ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പറ്റുന്ന പല അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ നാടിനെ വളർത്തിക്കൊണ്ടുള്ള സ്ഥലം അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. റോഡിന്റെ അനിവാര്യത ഉണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MP പറഞ്ഞ അനിവാര്യത ശരിയാണ്, അനിവാര്യത നമുക്ക് തോന്നുന്നു. കാരണം ചെറിയ റോഡുകളുണ്ട്, എങ്ങനെയാണ് ബീച്ചിലേക്കൊക്കെ ഒരു പ്രശ്നമായിട്ടില്ല. പിന്നെ ആർക്കായി വേണ്ടത്, അതാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 ബീച്ചിൽ ഒന്നാണ് തോട്ടട ബീച്ച്. ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ വന്നൊരു കാര്യമാണിത്. അപ്പോൾ അത്രമാത്രം ലോകത്ത് അറിയപ്പെടുന്ന ഒരു ബീച്ചാണ്. നമുക്ക് ചിലപ്പോൾ അത്ര അറിയണമെന്നില്ല, വിദേശികൾ അത്രമാത്രം വരുന്നുണ്ട്. അപ്പോൾ ഈ വിവരം ഞാൻ നമ്മുടെ കുറ്റിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മളെക്കാളും സങ്കടം അവർക്കാണ്. അവർ ഞങ്ങൾ എന്ത് വേണമെങ്കിലും അതിനെ എതിർക്കാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. കുറേ ക്യാമ്പയിൻ പോലെ ഞാൻ കുറേ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയ കുറേ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധ്യതയുള്ള ഒരു മേഖലയാണ് നശിപ്പിക്കപ്പെടുന്നത്. അതൊരിക്കലും നമ്മൾ ഒരു വികസനത്തിൻ്റെ പേരിൽ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരരുത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ബദൽ സംവിധാനങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ പ്രകൃതിയാണ് നശിപ്പിക്കപ്പെടുന്നത്. തോട്ടട ബീച്ച്, ഏഴര ബീച്ച്, കീഴുന്ന ബീച്ച് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് അറിയണമെന്നില്ല. അപ്പോൾ അതുമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ അത്രയും ലോകപ്രശസ്തമായ സ്ഥലങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ യൂറോപ്യൻസ് വരുന്ന ഒരു 3 ബീച്ചുകളാണിത്.
പയ്യാമ്പലത്തൊന്നും യൂറോപ്യൻസ് അങ്ങനെ വരുന്നില്ല. നമ്മുടെ തോട്ടട ബീച്ച്, നമ്മുടെ പിന്നെ കീഴ്ന്ന ബീച്ച്, ഏഴര ബീച്ച്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ യൂറോപ്യൻസ് വരുന്ന ബീച്ച്. അപ്പോൾ അതൊക്കെ സാധ്യതകൾ നശിക്കുകയാണ്. ടൂറിസത്തിന് നാശമല്ലാതെ ടൂറിസത്തിന് ഒരു തരത്തിലുള്ള ഒരു സാധ്യതയും ഇതിൽ കൂടി വരാൻ പോകുന്നില്ല. പലവട്ടം നിങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ കയറിറങ്ങി നിങ്ങൾ അനുഭവപൂർവ്വം കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞതല്ലാതെ എന്ത് പരിഗണനയാണ് സാർ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്? ഇദ്ദേഹം വളരെ വികാരധീനായി സംസാരിച്ചത് നിങ്ങളുടെ ഓഫീസിൽ കയറിയിറങ്ങി കാലിൻ്റെ അടി തഴഞ്ഞതല്ലാതെ നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് വിളിച്ചത്? നിങ്ങൾക്ക് വിളിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് മാറ്റങ്ങൾ വരുത്തിയത് സാർ? നിങ്ങൾ പലപ്പോഴും ഞങ്ങൾ നിങ്ങളെ സമീപിച്ചപ്പോൾ നിങ്ങൾ ധാർഷ്ട്യത്തോടുകൂടി തന്നെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് തടയിടാൻ മാത്രമാണ് നിങ്ങൾ ശ്രമിച്ചത്. സർ, നിങ്ങൾ അവിടെ സർവേ നടത്തി കുറ്റിയിട്ടിരിക്കുന്ന പ്രദേശങ്ങളുടെ തൊട്ട് മുമ്പേ നിങ്ങൾ ഒന്ന് ഞങ്ങളുടെ വാക്ക് പരിഗണിക്കുമായിരുന്നെങ്കിൽ അവിടെ കടലാക്രമണ ഭീഷണി കൊണ്ട് അവിടെ സ്ഥലം കവർന്നെടുത്ത ഭാഗങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. നിങ്ങൾ എന്താണ് സർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞ് എന്താണ് നിങ്ങൾ കാട്ടിയിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? സർ, പൈതൃകങ്ങളായ ജൈവ വൈവിധ്യങ്ങൾ സമ്പുഷ്ടിയുള്ള ആ പ്രദേശത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ആർക്കാണ് സർ? ജനങ്ങൾക്കും നാടിനും വേണ്ടിയാണെങ്കിൽ പ്രകൃതിയാൽ കിട്ടിയ മുഴുവൻ വരദാനവും നശിപ്പിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് പദ്ധതിക്കാണ് സർ രൂപം കൊടുക്കുന്നത്? അവിടെ വളരെയധികം സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ സമീപ പ്രദേശങ്ങളിൽ കൂടി ജനങ്ങൾക്കോ മറ്റു പാരിസ്ഥിതിക ആഘാതങ്ങൾക്കോ ഒന്നും വഴിവെക്കാതെ പോകാൻ ഇത്രയും നല്ല റൂട്ടുകൾ ഉണ്ടായിട്ടും ആരുടെ താല്പര്യം സംരക്ഷിക്കാണ് സാർ നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയുടെ മുമ്പാകെ നിങ്ങൾ പറയണം. കേരള സർക്കാർ അംഗീകരിച്ച ഐഡക് എന്ന സ്ഥാപനം നിരവധി പഠനങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരം 6/1 വിജ്ഞാപന പ്രകാരമാണ് ഫീൽഡിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളതല്ലോ. ആയതിനാൽ ഐഡക് നടത്തിയ നിരവധി പഠനങ്ങൾ ഏതെല്ലാമാണ്? ആ പഠനങ്ങളുടെ സാങ്കേതിക നാമങ്ങൾ എന്തെല്ലാമാണ്? അപ്രകാരത്തിലുള്ള സാങ്കേതികമോ അല്ലാതെയുള്ള നാമങ്ങളിൽ നടത്തിയ എത്ര പഠന റിപ്പോർട്ടുകളുണ്ട്? അപ്രകാരത്തിലുള്ള പഠന റിപ്പോർട്ടുകളുടെ കോപ്പി ഞങ്ങൾക്ക് തരുമോ? ഈ ചോദ്യത്തിന് തന്ന ഉത്തരം എന്താണെന്ന് അറിയില്ല. താങ്കൾ നൽകിയ വിവരാവകാശ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി തീരദേശയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയ ഐഡക് എന്ന കൺസൾട്ടൻസിയോട് ഈ കാര്യാലയത്തിൽ നിന്നും കത്ത് മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐഡക്കിൽ നിന്ന് മറുപടി ലഭിക്കുന്ന മുൻപ് താങ്കളെ അറിയിക്കുന്നതാണ്. ഈ ഓഫീസിൽ ഇല്ല. അതിനുശേഷം പിന്നെ കിട്ടിയ മറുപടി അതിലും വിചിത്രമാണ്. ഐഡക് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ഇത് വിവരാവകാശ പ്രകാരം ഇതൊന്നും കൊടുക്കാനുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്ക് ഇല്ലാന്ന് അവര് റിപ്ലൈ തന്നിട്ടുണ്ട്. അവർ തന്ന റിപ്ലൈ ഇതാണ്. ഐഡക് എന്ന് പറയുന്ന കമ്പനി കൊടുത്ത റിപ്ലൈ ആണ്. ഇത് വിവരാവകാശ പ്രകാരം ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് എന്ത് ന്യായം, എന്ത് മര്യാദയാണ് സാർ കിട്ടുന്നത് ഇവിടെ? ജനങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ പോയി പറയുമ്പോൾ പോലീസിനെ ഉപയോഗിച്ചിട്ട് ജനങ്ങളുടെ ആളുകളെ കൊണ്ട് നിശബ്ദരാക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിന് ഈ ഓഫീസിന്, കണ്ണൂരുള്ള ഓഫീസിന് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വസ്തുതകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് വരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ അലൈൻമെന്റ് പോകുന്ന സ്ഥലങ്ങളിൽ ലോകപ്രശസ്തമായ ബീച്ചുകളുണ്ട്. ഈ റൂട്ട് മുഖാന്തരം ബീച്ചുകൾ നഷ്ടപ്പെടുമെന്ന് ഇന്ന് വരെ ഇവർ തിരുവനന്തപുരത്തുള്ള ഓഫീസിനെ എഴുതിയിട്ടില്ല. ഗുഹാക്ഷേത്രം നഷ്ടപ്പെടും, അത് ഇന്നേ വരെ എഴുതിയിട്ടുണ്ടോ? പറയും സാർ, ഇവിടെ പറയട്ടെ. ഇതൊക്കെയല്ലേ ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി മാഡം പറഞ്ഞതുപോലെ ഇവർ പറഞ്ഞ അഭിപ്രായങ്ങൾ രണ്ടുപേര് എതിരഭിപ്രായം പറഞ്ഞു. എന്നിട്ടും അത് പാസ്സാക്കിയെടുത്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഇവരുടെ ഹെഡ് ഓഫീസിൽ ഇൻഫോം ചെയ്തിട്ടില്ല. ഇവർ പറയട്ടെ സാർ, ഈ ഗുഹാക്ഷേത്രം നശിക്കുന്ന കാര്യങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നു പറയട്ടെ, ബീച്ചുകൾ നഷ്ടപ്പെടുന്നു പറയട്ടെ, കുറുവ കുന്ന് നശിക്കുന്നുള്ളത് ഇവർ എഴുതിയെന്ന് പറയട്ടെ. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഫോർമാലിറ്റി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ തലയിൽ ഈ പദ്ധതി അടിച്ചേൽപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഉത്തരവാദിത്തമില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവർ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല. ഓരോ ഉദ്യോഗസ്ഥന്മാരും നമ്മൾ ആവശ്യപ്പെട്ട സമയത്ത് വലിയ പോലീസ് വണ്ടിയാ കൊണ്ടാന്ന് വലിയ ബസ്സാ കൊണ്ടാന്ന് നിർത്തി നമ്മൾ അറസ്റ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ചോദിക്കുന്നതിനും മറുപടി വരെ അങ്ങനത്തെ നമ്മളെ ഇത് നേരെ മറ്റേ മുഖ്യമന്ത്രിയുടെ ഓർഡറാണ്. ഇത് എന്റെ ഓർഡർ മുഖ്യമന്ത്രി ഇത് കണ്ട റോഡ് കണ്ട. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും നല്ല അലൈൻമെന്റ് കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇവരതിന് ഒരു മറുപടി പോലും തരുന്നില്ല. 7 പാലം കണ്ടെടുത്ത് ഒരു പാലം കൊണ്ടു നമ്മൾ കാണിച്ചു കൊടുത്ത അലൈൻമെന്റ്. പിന്നെ നമ്മളെ ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ,
നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ പറഞ്ഞ ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് 4 വീട്ടുകാർക്ക് 8 വീട്ടുകാരാ നശിപ്പിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഇവർ ചെയ്ത് മാറ്റങ്ങൾ വരുത്തി കാണിച്ചു തരാം. 6500 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് ഇവരെടുത്ത് ചെയ്യാൻ പോകുന്നത്. സാർ 6 ബ്രിഡ്ജുകൾക്ക് എത്ര ഫണ്ട് വേണ്ടി വരും നോക്ക്. പിന്നെ പറയുന്നത് ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ്. സാർ ഇതൊക്കെ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഇവരുടെയൊക്കെ പോക്കറ്റിൽ നിന്നാണോ അതോ സാധാരണക്കാരെ ജനങ്ങളുടെ നികുതിയിൽ നിന്നാണോ? ഇത് നാളെ ഞങ്ങൾ കടം വീട്ടി തീർക്കേണ്ടത്. ഓർമ്മിക്കണേ, നമ്മൾ ഇവരുടെ എല്ലാം അഭിപ്രായം കേട്ടിട്ട് നമ്മുടെ ഇവരെ ഹയർ അതോറിറ്റിക്ക് നമ്മൾ ലെറ്റർ അയച്ചിരുന്നു. ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മീറ്റിംഗ് ജനപ്രതിനിധികളെ വെച്ചിട്ട് ഒരു മീറ്റിംഗ്. ഇതൊന്നും വെച്ചാൽ ഈ ലെറ്ററാണ് നമ്മൾ അയച്ചിരുന്നത്. ഇതിൽ നമ്മൾ നമ്മുടെ ടൂറിസത്തെ ബാധിക്കുന്ന നമ്മുടെ പരമ്പരാഗതമുള്ള കുറേ കാര്യങ്ങൾ പോകുന്നതൊക്കെ നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു മീറ്റിംഗ് ഇപ്പൊ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഒരു ലെറ്ററും കൂടി നമുക്ക് ഓൾറെഡി വീണ്ടും അയക്കാം. നിങ്ങൾക്ക് നാട്ടുകാർക്ക് അത് വേണ്ടെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ നിർബന്ധിക്കുന്നത്? മനസ്സിലല്ലേ? അപ്പോൾ അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇദ്ദേഹം പറഞ്ഞത്. നല്ല പോയിന്റാണ്. ഇത് ഞാനും നേരത്തെ ദിവസമാണ് ചോദിച്ചതാണ്. നിങ്ങൾ നാട്ടുകാർ പറയുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് റോഡ് കൊണ്ടുപോകാൻ കഴിയുന്നത് നിങ്ങൾക്കത് നഷ്ടം, നിങ്ങൾക്കത് കഷ്ടം ഒന്നുമില്ലല്ലോ. നിങ്ങളതങ്ങ് വിട്ടാൽ മതി. അവർക്കത് മതി, അത്ര മതി. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ തീരദേശ റോഡിൻ്റെ ഒരു അനിവാര്യത നമുക്കില്ല സത്യത്തിൽ. ഞാനിത് പിന്നെ എം പിമാരുടെ ഡൽഹിയിലെ മീറ്റിങ്ങിൽ ഞാനിത് ചിത്രം വരച്ചിട്ട് ഞാൻ ആ മീറ്റിങ്ങിൽ മന്ത്രിമാരെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മളിപ്പം വരുന്ന സ്ഥലത്ത് നമ്മൾ പഴയതുപോലെ നമ്മളെ റോഡ് നാഷണൽ ഹൈവേ എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്? നിങ്ങളിപ്പോൾ ഒരു റോഡ്, പുതിയ റോഡ് അവിടെ വരുന്നു, മലമ്പത്തിന് പുതിയ റോഡ് വരുന്നു. ആ പുതിയ മലമ്പത്തിന് വരുന്ന പുതിയ റോഡും നമ്മുടെ ഹൈവേയും തമ്മിൽ എത്ര കിലോമീറ്ററാണ്? ഇറ്റ്സ് വെരി നിയർ. ദർ ഈസ് നോ നീഡ് ഓഫ് സച്ച് എ റോഡ്. ദാറ്റ് ഈസ് വാട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. പിന്നെ വേണമെങ്കിൽ ഞാനത് എതിരില്ല. പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെടുത്തിയും കുറേ ആളുകളുടെ വീടുകൾക്കും മറ്റുമൊക്കെ പരിക്കേൽപ്പിച്ചിട്ടും ഒരു അടിച്ചുപൊളി നടത്തുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമുക്ക് നിലവിൽ പോകുന്ന നമ്മുടെ കിഴക്കൻ മേഖലയിലെ റോഡുകൾ. ആ റോഡുകൾ ഒരു ചെറിയ കിലോമീറ്റർ കാറിൽ ഓടിയാൽ ഈ പറയുന്ന റോഡിൻ്റെ പരിസരത്തെത്തും, നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ശരിക്കും ചോദിച്ചാൽ ഈ ഒരു റോഡ് വേണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ പറയാ ഈ റോഡ് ഒരു അനിവാര്യമല്ല എന്നാണ് ഞാൻ ഉത്തരം പറയുന്നത്.